ലോകമെമ്പാടും ഇന്ന് ഓൺലൈവായിട്ട് gracecommunity.tv.com എന്ന വെബ്സൈറ്റിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരെ, അതുപോലെ തന്നെ ടെലിവിഷനിലൂടെ വ്യത്യസ്ത ചാനലുകളിലൂടെ പ്രഭാതങ്ങളിലും രാത്രികളിലുമായി ഞങ്ങളെ വീക്ഷിക്കുന്നവരെ കുടുംബമായി വന്ദനം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ പിന്നെയും അഭിമുഖമായി നമുക്ക് കാണുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ പ്രധാന ചിന്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്നത് 17-ാമത്തെ അധ്യായമാണ്. വേറൊന്നുമല്ല, ഇവിടെ യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്ന അധ്യായമാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൽ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോകുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ അടുത്തു വരുന്നു. യേശു അതിനുവേണ്ടി തൻ്റെ ശിഷ്യന്മാരെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണ്, നിങ്ങൾ ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞ് എന്നെ കാണുകയില്ല, ഞാൻ പോകുന്നത് നിങ്ങൾ കയറുന്നെന്ന്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, കാര്യസ്ഥൻ വന്ന സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് കൊണ്ട് ഇനി ഞാനത് പറയാനായിട്ട് സമയം വെറുതിരിക്കുന്നില്ല. യേശു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച വലയും പടകും എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച ശിഷ്യവൃന്ദത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു ചെറിയ പദമാണ് നമ്മൾ ഒരുമിച്ച് കേൾക്കുവാനായി പോകുന്നത്. പക്ഷേ ആ ചെറിയ പദത്തിനകത്ത് ഒരു വലിയ അഭിഷേകമുണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യമാണ്, 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ദയവായി ശ്രദ്ധിക്കുക. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അടുത്ത വാക്ക്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ഈ വാക്യമാണ് പ്രധാനമായിട്ട് വായിക്കുന്നത്. ഇതിന് മേളിലുള്ള 2 വാക്യങ്ങൾ, അതിന് താഴെയുള്ള 2 വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളാണ്. പക്ഷേ ഈ ഒരു വാക്യം നിങ്ങളുടെ ഉള്ളിൽ എഴുതണമേ. യേശു പറഞ്ഞ പദമാണ്. ഒന്ന് നിർത്തി ഒന്ന് വായിച്ചോ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുന്നു. 22-ാമത്തെ വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, പിതാവേ അങ്ങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ മക്കളാകുന്ന ഈ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ, വേറൊന്നും നോക്കണ്ട. ഇതിനായിട്ടൊന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുക്കും. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്നവളോട് പറ, യേശു ആ മഹത്വം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ ആ പദവും 2-ാമത്തെ പദവും 3-ാമത്തെ പദവും ഒന്ന് എടുക്കുക. നീ എനിക്ക് തന്ന മഹത്വം, അത് ആദ്യത്തേത്. 22-ാമത്തെ വാക്യം ഒന്നുകൂടെ തുടങ്ങി. എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിന്റെ വിശദീകരണം കേൾക്കണമെങ്കിൽ, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം എന്നതിന്റെ വിശദീകരണം കേൾക്കണമെങ്കിൽ 17:24 വന്നാട്ടെ. 17:24. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. അപ്പം പിതാവ് പുത്രന് നൽകിയ മഹത്വം എന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹത്വത്തിന്റെ ദൈർഘ്യമാണ് അവിടെ വായിച്ചത്. അത് ഇന്നോ ഇന്നലെയോ കൊടുത്തതല്ല, ക്രൂശിൽ മരിക്കുമ്പോൾ കൊടുത്തതല്ല, ലോക സ്ഥാപനത്തിന് മുന്നമേ. ഒന്നുകൂടെ വായിച്ചോ വാക്യം വേണമെങ്കിൽ. 17:23-24. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ തിരുവുള്ളത്തിലെ ആഗ്രഹം. പിതാവ് പുത്രന് ലോകസ്ഥാപനത്തിന് മുമ്പേ കൊടുത്ത ഒരു മഹത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രനിൽ ഭരമേൽപ്പിച്ച ഒരു മഹത്വമുണ്ട്. ഇത് വിശദീകരണം ആദ്യം നൽകേണ്ടത് ഈ മഹത്വം എന്ന പദത്തിനാണ്. എന്നാലേ ഇതെന്തുവാണ് ഈ സൂത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ആ പദത്തെ ഒന്ന് തൊടാം. ഗ്ലോറി എന്ന ഇംഗ്ലീഷ് പദത്തിന് ഹാഗിയോസ് എന്ന യവന പദത്തിൻ്റെ എല്ലാം പരിഭാഷ ഒന്നിച്ച് ക്രോഡീകരിച്ചാൽ മഹത്വം എന്നുള്ളതിന് എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു മലയാളം മനസ്സിലാകുന്ന അർത്ഥം ഇതാണ്: വലുപ്പം. ഒന്ന് പറഞ്ഞേ, വലുപ്പം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരാഴമായ ദൈവത്തിൻ്റെ വലുപ്പത്തെയാണ് മഹത്വം എന്ന വാക്കുകൊണ്ട് വിശദീകരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ബുദ്ധിക്ക് അതീതമായ
മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുക്കാൻ കഴിയാത്തതായ, ചിന്തിച്ചെടുക്കാൻ കഴിയാത്തതായ ദൈവത്തിൻ്റെ വലുപ്പത്തെയാണ് ദൈവം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശു മഹത്വം എന്ന സംസാരത്തിലൂടെ അവിടെ എടുത്തു പറയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മറിയയുടെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു പറയുന്ന പദം ഇത് തന്നെയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കുറച്ചുകൂടി അത് തുറന്ന് ഇപ്പോൾ ഈ ആശയത്തിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ വലുപ്പം കാണും. യു വിൽ believe, then you will see the splendor of God, you will see the glory of God, you will see the hagios of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വലുപ്പം കാണും. എന്നോട് ചേർന്ന പദം ഒന്ന് പറഞ്ഞു: വലുപ്പം. ഉറക്കെ പറഞ്ഞു: വലുപ്പം. മഹത്വം എന്ന വാക്കിന്റെ അർത്ഥം വലുപ്പം. ഹല്ലേലൂയ. വലുപ്പത്തോടെ വെളിപ്പെടുന്ന ദൈവീകതയാണ് ദൈവമഹത്വം. ഹല്ലേലൂയ. വലുപ്പത്തോടെ വെളിപ്പെടുന്ന അത്ഭുതമാണ് അത്ഭുതത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. വലുപ്പത്തോടെ വെളിപ്പെടുന്ന ഒന്നിനെ, മാനുഷിക ബുദ്ധിക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നിനെ വിശേഷിപ്പിക്കുവാൻ വേദപുസ്തകം കൊടുത്തിരിക്കുന്ന വാക്കാണ് സ്പ്ലെൻഡർ, ഗ്ലോറി, മഹത്വം എന്ന വാക്ക്. അത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇനി ഇവിടെ ആ പദത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. യേശുവിന് മഹത്വം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യേശു ദൈവമല്ലേ? പിന്നെ എന്തിനാ യേശുവിന് മഹത്വം കൊടുക്കേണ്ട ആവശ്യം? അവിടുന്ന് ദൈവത്തിൽ ദൈവമല്ലേ? മുഴുവൻ ദൈവാംശവും നിറഞ്ഞവനല്ലേ അവിടുന്ന്? അവിടുത്തെയിലല്ലേ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്? പിന്നെ എന്തിനാ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ആവശ്യമുള്ളത്? യേശുവിന് മഹത്വം കൊടുക്കേണ്ട ആവശ്യമുള്ളത്? ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനെയാണ് 2014 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളും ഞാനും കണ്ടത്. പക്ഷെ ദൈവത്തിൽ ഒരു ത്രിയേകത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് കാലാരംഭം മുതൽ വ്യക്തമായിരുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഞാൻ മോണോഗനസ് എന്നൊരു പദം എടുത്ത് ഇതിനു മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യജാതൻ എന്ന പദം, ആദ്യജാതൻ, ഏകജാതൻ, ആദ്യജാതൻ എന്ന വിശദീകരണം കൊണ്ട് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. മുമ്പേ തന്നെ നീ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. യു പ്രിപ്പയർ എ ബോഡി ഫോർ മീ. നീ എനിക്ക് വേണ്ടി മുമ്പേ തന്നെ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. അതിനെക്കുറിച്ച് ആ ഒരുക്കി വെച്ച ശരീരമാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ എടുത്തിരുന്നത്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ ആ ഒരുക്കി വെച്ചിരുന്ന ശരീരത്തിലാണ് വീണ്ടെടുപ്പിന് വില കൊടുക്കുവാനായി യേശു ഭൂമിയിൽ വന്ന് അവതരിച്ച എന്ന പദത്തിലേക്കുള്ള ഉപരിയായി യേശു ഭൂമിയിൽ വന്ന് ജനിച്ചത്. പക്ഷേ ആ ശരീരം ഒരുക്കി വെച്ചത് ലോക സ്ഥാപനത്തിന് മുമ്പേ ആയിരുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ മാനവജാതിയുടെ വീണ്ടെടുപ്പ് എന്ന പദ്ധതി ദൈവത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിന് ഒരു ഇരുട്ടടി അല്ല കിട്ടിയേ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ആദം പാപം ചെയ്തു, ദൈവത്തിന് ഒരു ഇരുട്ടടി കിട്ടി. നോ. ആദം പാപം ചെയ്യും മുമ്പേ മാനവജാതിയുടെ വീണ്ടെടുപ്പിനുള്ള പദ്ധതി ദൈവം ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നു എന്തൊക്കെ സംഭവിക്കുമെന്ന്. ആ ഒരുക്കി വെച്ചിരുന്ന ശരീരത്തിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തൻ്റെ വലുപ്പത്തെ പ്രദർശിപ്പിച്ചിരുന്നു. അത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കരമടിച്ചേ. ഹല്ലേലൂയ. ആ ഒരുക്കി വെച്ചിരുന്ന ശരീരത്തിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്റെ മഹത്വത്തെ പ്രദർശിപ്പിച്ചിരുന്നു. അതാ ഇവിടെ വായിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോ വാക്ക്. പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം, എന്നിൽ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ വെച്ച മഹത്വം. അങ്ങനെ ഒന്ന് പിടിക്കുക അതിനെ. ലോക സ്ഥാപനത്തിനു മുമ്പേ നീ എന്നിൽ നിക്ഷേപിച്ച നിന്റെ ആ വലുപ്പത്തെ. അത് പറയുമ്പോൾ കുറച്ച് വ്യക്തമാവുന്നുണ്ടാവും. നീ എന്നിൽ ലോക സ്ഥാപനത്തിനു മുമ്പേ മറച്ചു വെച്ച നിന്റെ ആ വലുപ്പത്തെ. ഇനി മേളത്തെ വാക്യം വായിച്ചു. മേളത്തെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ഇനി വലുപ്പം എന്നുള്ള പദം ചേർത്തൊന്ന് വായിച്ചേ. നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എനിക്ക് തന്ന നിന്റെ ആ വലുപ്പത്തെ. നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ വലുപ്പത്തെ, സ്നേഹിച്ച് എനിക്ക് തന്ന ആ വലുപ്പത്തെ നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത്. താഴെ 22 വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള വലുപ്പം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് ഏത് വലുപ്പം ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നോ ആ വലുപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്നു. അവരാരാന്ന് അറിയാത്തവരാ കൈകൊട്ടാതിരിക്കുന്നത്. അവരായി കൈകൊട്ടുന്നവർ. നീ എനിക്ക്
ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ മുഴുവലുപ്പവും തന്നു. ഹല്ലേലൂയ. ഓ ആ ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ മുഴുവലുപ്പവും നീ എനിക്ക് തന്നു. ഞാനിപ്പം ഹല്ലേലൂയ അവർക്കിത് കൊടുക്കുക. ആമേൻ. ഓ ഞാനിപ്പോ അവർക്കിത് കൊടുക്കുക. എന്തിനാ? അവരും നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഹല്ലേലൂയ. ഓ കരമടിച്ചത് സ്വീകരിച്ച ദൈവമക്കളെ, ആമേൻ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ അത് തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ യേശുവിനെ എന്തു മഹത്വം കൊടുത്തോ? യേശു ഭൂമിയിൽ വന്ന് പ്രദർശിപ്പിച്ചത് ആ വലിപ്പമാ. ആമേൻ. ഓ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഒടുവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വാക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇപ്പോൾ പിതാവേ നിന്നെ മഹത്വപ്പെടുത്തണമേ. ആമേൻ. ഞാൻ കുറച്ച് പദങ്ങൾ ഇടുക നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി, എൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ പിതാവേ നിനക്ക് മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ. This is the hour. Glorify your son. നിന്റെ പുത്രനെ മഹത്വീകരിക്കണമേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. യേശു ഭൂമി വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ഈ മഹത്വം കൊണ്ടാ. കുരുടന്റെ കണ്ണ് തുറന്നത് ഈ മഹത്വം കൊണ്ടാ. ചെകിടന്റെ ചെവി തുറന്നത് ഈ മഹത്വം കൊണ്ടാ. ഹലോ, എത്ര പേര് കേൾക്കുന്നുണ്ട്? വെള്ളത്തിന്റെ മേളിൽ നടന്നത് ഈ മഹത്വം കൊണ്ടാ. ഇല്ല 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 കേട്ടില്ല. വരണ്ട കൈയുള്ളവന്റെ കയ്യെ തൊട്ട് സൗഖ്യമാക്കിയത് ഈ മഹത്വം കൊണ്ടാ. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയത് ഈ മഹത്വം കൊണ്ടാ. അവിടെ ഇവിടങ്ങളിൽ കാണുന്നു, ഞാൻ ആ നാമ്പ് കത്തുന്നത് കാണുന്നു. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്ന് ഭൂതത്തെ പുറത്താക്കിയത് ഈ മഹത്വം കൊണ്ടാ. യേശു ഭൂമിയിൽ വന്ന് അടയാളങ്ങൾ, തളർവാദ രോഗിയോട് നിനക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോ തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നത് ഈ മഹത്വം കൊണ്ടാ. കാട്ടത്തിയെ നോക്കി കൽപ്പിച്ചപ്പോ അത് കരിഞ്ഞു പോകാൻ കാര്യം ഈ മഹത്വവാ. എത്ര പേര് കേൾക്കുന്നുണ്ട്? വലത്തുഭാഗത്ത് വലയിട്ടാൽ മീനെ കിട്ടുമെന്ന് യേശു പറഞ്ഞത് ഈ മഹത്വം കൊണ്ടാ. അഞ്ചപ്പം കയ്യിലെടുത്ത് 5000 വിഭജിച്ച് കൊടുത്തിട്ടും ബാക്കി വരുത്തിയത് ഈ മഹത്വവാ. നിങ്ങൾ എന്നെ കേൾക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓ ഹല്ലേലൂയ. 3.5 കൊല്ലം ഏതെല്ലാം അത്ഭുതം അവിടുന്ന് ചെയ്തോ അത് മുഴുവൻ ഈ മഹത്വത്തിന്റെ ഔട്ട് പോറിംഗ് ആയിരുന്നു, ഈ മഹത്വത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കായിരുന്നു. ഇപ്പൊ 3.5 കൊല്ലം തികഞ്ഞപ്പോ പറയുക, ഞാൻ ഏത് മഹത്വം കൊണ്ട് അത് ചെയ്തോ അത് ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. 3.5 കൊല്ലം ഏതെല്ലാം അടയാളങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം വെളിപ്പെട്ടത് ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവ് എന്നിൽ ഭരമേൽപ്പിച്ച മഹത്വമാണ്. ഇപ്പൊ ഞാൻ പോവുക. ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പോവുക. പക്ഷെ അതിന് മുമ്പേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവേ, ആ വാക്യം വായിച്ചു. നീ എനിക്ക് തന്നിട്ടുള്ള 22ാമത്തെ വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അതാണ് എന്നെ ഞാനാക്കിയേ. ഹല്ലേലൂയ. ഞാൻ നടന്നപ്പോ അത് സംഭവിക്കാൻ കാര്യം അതാണ്. അല്ലെങ്കിൽ ഞാൻ 33.5 വയസ്സുള്ള ഒരു തച്ചനായി ആ നാട്ടിൽ കൂടെ നടന്നേനെ. ആശാരിപ്പിള്ളേരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്നിൽ വന്ന നിന്റെ വലിപ്പമായിരുന്നു. എന്റെ പ്രായക്കാർ ഒടിഞ്ഞ ബെഞ്ചും ചെരിഞ്ഞ മേശയും ശരിയാക്കുമ്പോൾ അവരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കിയത് പിതാവേ ലോക സ്ഥാപനത്തിന് മുമ്പേ നീ ഒരുക്കിയ ഈ ശരീരത്തിൽ നീ നിക്ഷേപിച്ച നിന്റെ മഹത്വമായിരുന്നു. എത്ര പേര് ഇത് കൊണ്ടുപോകും? ഇപ്പൊ യേശു പറയുക, അതേ മഹത്വം, സെയിം ഗ്ലോറി. What you invest in me before the foundation of the world, I am investing in them.
ഞാൻ അവരെ അവരുടെ മേൽ ഇടുന്നു. അത് ആമേൻ. ഹല്ലേലൂയ. നീ എന്നിലിട്ട ഏത് മഹത്വം. ഓ, എന്നെ അത് ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്നു. വായിച്ചോ വാക്ക്. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഓ, കൊടുക്കുമെന്നല്ല, കൊടുത്തിരിക്കുന്നു. ആമേൻ. കൊടുത്തിരിക്കുന്നു, ഹല്ലേലൂയ, കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഓ, എത്ര പേര് കേൾക്കുന്നു അറിയത്തില്ല. ഇത് പറയുമ്പോ എന്റെ ഉള്ളം തുടിക്കുന്നു. ഇതാ മോനെ നിന്റെ തന്റെ ഇടം. ആമേൻ. ഇതാടാ നിന്റെ ധൈര്യം. ഹല്ലേലൂയ. ഇതാടാ നിന്റെ ഉറപ്പ്. ആമേൻ. ഏത് കഷ്ടതയുടെ കഠിന ശോധനയിലും പിടിച്ചു നിൽക്കാനുള്ള നിന്റെ ഉറപ്പ് ഇതാ. ചത്ത് നാറ്റം വെച്ചതിനെ, അഴുകി പുഴുകിയ ശരീരത്തെ നോക്കിപ്പോലും കാൽപ്പിക്കാനുള്ള നിന്റെ തന്റെ ഇടം ഇതാടാ. ഹല്ലേലൂയ. ഏതു മഹത്വം ലോക സ്ഥാപനത്തിന് മുമ്പേ പുത്രൻ തമ്പുരാന് പിതാവാൻ ദൈവം കൊടുത്തോ, അതേ മഹത്വം. ഇവിടെ ഒരു ഭയങ്കര പദമുണ്ട്, എന്നെ പിടിച്ചു കുലുക്കിയ ഒരു ഭയങ്കര പദമുണ്ട്. നീ എന്നെ അയച്ചിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു. ഓക്കെ, 21-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിച്ച്, അങ്ങനെ ആ വിശ്വാസം വരുമ്പം അവരെല്ലാവരും 10 അല്ല 8 അല്ല 18 അല്ല ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അവരും. ഹല്ലേലൂയ. നിന്റെ വലിപ്പം സ്വീകരിച്ച ഞാൻ നിന്നെ പോലെയാ. ആമേൻ. Come on. ഹല്ലേലൂയ. നിന്റെ വലിപ്പം സ്വീകരിച്ച ഞാൻ, പിതാവേ അവിടുത്തെ വലിപ്പം സ്വീകരിച്ച ഞാൻ അവിടുത്തെ പോലെയാ. ഇതേ വലിപ്പം സ്വീകരിച്ചവരും നമ്മെ പോലെ ആകേണ്ടതിന് തന്നെ. നമ്മളെ പോലെയാ. ഹല്ലേലൂയ. പിതാവും പുത്രനും എങ്ങനെയാണോ അതുപോലെ തന്നെയാ നമ്മളും. ഹല്ലേലൂയ. ആമേൻ. ആ 3 ദിവസം മരിച്ച് ഇന്ന് ആരൊക്കെ മരിച്ച് മൺമറഞ്ഞു പോയോ, എന്നാൽ 3-ാം ദിവസം ഉയർത്തെണീറ്റ അതേ വലിപ്പം, അതേ മഹത്വം, ആ യേശുവിനെ ഉയർപ്പിച്ച അതേ മഹത്വം എന്നിലും തന്നിട്ട് പറഞ്ഞു, ഇനിയും പിതാവും പുത്രനും ഒന്നായതുപോലെ തന്നെ നിങ്ങൾക്കും ആ മഹത്വം തന്നിട്ടുള്ള നമ്മളും പിതാവിനെയും പുത്രനെയും പോലെ തന്നെ, അതുപോലെ തന്നെ. അതുപോലെ തന്നെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. വേറെ ഒരു ഉദ്ദേശമില്ല. നമ്മെ പോലെ ഒന്ന് പറഞ്ഞു, നമ്മെ പോലെ. നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്ന മഹത്വം അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നിലായത് നിന്റെ വലുപ്പം കിട്ടിയതുകൊണ്ടാ. ആമേൻ. അവിടുത്തെ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ പോലെ തന്നെ എന്നെ അവിടുന്ന് ആക്കിയത് കൊണ്ടാ. ഹല്ലേലൂയ. സമത്വം എനിക്ക് തന്നുകൊണ്ടാ നമ്മൾ ഒന്നിച്ചിരുന്നേ. ഇനി ഇവര് ഒന്നിച്ചിരിക്കണമെങ്കിൽ അതേ സമത്വം നമുക്ക് രണ്ട് നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തുണ്ടോ അത് തന്നെ ഹല്ലേലൂയ ഇവർക്കും കൊടുക്കണം. എന്നാ ഇവരും നമ്മളെ പോലെ ആകും. ഹല്ലേലൂയ. ഇവരും നമ്മളെ പോലെ ആകും. ഇവര് എന്നതായി നമ്മളെ പോലെ, എന്നായി നമ്മളെ പോലെ. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. നിക്ക്. ഈ വാക്യം കാണാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് പ്ലീസ്. ദയവ് ചെയ്ത് യോഹന്നാൻ 17:18 എടുക്കുക. മൊബൈലിലുണ്ടെങ്കിൽ മൊബൈലിൽ എടുക്കുക. ഓക്കെ, 17:18 എടുക്കുക. ഓക്കെ, വായിച്ചോ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെയാണ് വെളിപ്പാട് പൂർണ്ണമാകുന്നത്. ഏത് വെളിപ്പാടാണെന്നറിയോ? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന വെളിപ്പാട്. അവർ ലോകത്തിൽ ജീവിക്കുന്നു എന്നല്ല. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതെന്തിനാ? ആമേൻ. എന്തിനാ അയക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെയല്ലേ അയച്ചിരിക്കുന്നു. ചോദ്യം ഉത്തരം പറയടി ഭാര്യ. എന്തിനാ അയക്കും? നമ്മൾ ഇവിടെയുള്ള ആളല്ലേ. ആമേൻ. എന്നെ സ്വർഗതലങ്ങളിൽ ഇരുത്തിയിട്ട് കർത്താവ് അവിടുന്ന് എന്നെ ഇവിടുത്തെ പദ്ധതിക്ക് വേണ്ടി അയച്ചിരിക്കുക. ഹല്ലേലൂയ. നീ എന്നെ വാക്യം നോക്കിയാട്ടെ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. എവിടുന്ന് എന്നെ അയച്ചേ? സ്വർഗത്തിൽ നിന്ന്
പിതാവ് പുത്രനെ എന്നെ സ്വർഗത്തിൽ ഇരുന്ന എന്നെ പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ. എവിടുന്ന്? സ്വർഗത്തിൽ ഇരുന്ന എന്നെ താഴെ ഭൂമിയിലേക്ക് നീ ശരീരത്തിൽ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതങ്ങ് സിങ്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ലോകത്തിൽ തന്നെ അല്ലായിരുന്നു, പിന്നെ എന്തിന് നമ്മളെ ലോകത്തിലേക്ക് അയക്കണം? അതാ വെളിപ്പാട്, അതാ പിടിക്കണ്ടേ. നിങ്ങൾ ലോകത്തിലുള്ളവരായിരുന്നു, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പം അവനോട് കൂടെ നിങ്ങളെ ഉയർപ്പിച്ച്. എഫെസ്യർ 2:7 വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് അവനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇങ്ങനെ സ്വർഗത്തിൽ ഇരുത്തിയവരെ നോക്കി കർത്താവ് പറയും, ഞാൻ അവരെ തിരിച്ച് ലോകത്തിലേക്ക് അയക്കുകയാണ്. ലോകത്തിലേക്ക് അവരെ അയക്കുക. അതുകൊണ്ടാണ് യേശു താഴെ പഠിപ്പിക്കുന്നത്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമേ എന്നല്ല, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമേ എന്നല്ല, ഇവരെ ലോകത്തിൽ നിന്ന്. ഞാൻ ചോദിച്ചു, കർത്താവ് ലോകത്തിൽ നിന്ന് എടുക്കണേ? ഞാൻ അവരെ ലോകത്തിൽ നിന്ന് എടുത്തോണ്ട് പോയി സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ലോകത്തിലേക്ക് ഞാൻ അവരെ അയച്ചതാ. ഇപ്പൊ അവർ ലോകത്തിൽ എങ്ങനെയാ വന്നേക്കെന്നറിയോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെയാ വന്നിരിക്കുന്നേ. ഞാൻ എന്നതിനാ വന്നേ? ഞാനൊരു ഡ്യൂട്ടിക്കാ വന്നേ. ഞാൻ ഇവിടുത്തെ കാരനാ, ഞാൻ സ്വർഗീയനാ. ഞാൻ സ്വർഗീയനാ. ഇവരും അങ്ങനെ തന്നെയാ. ഹലോ, ഞാൻ സ്വർഗീയനാ, ഇവരും അങ്ങനെ തന്നെയാ. ഞാൻ എന്നെ വിശ്വസിച്ച് ഇവരുടെ ആത്മാവിൽ ഇവരെ ഉയർപ്പിച്ച് എന്നോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. എന്നിട്ട് എന്നെ അന്ന് അയച്ച പോലെ ഇവരെ ഞാൻ ഇന്ന് അയച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. നീ എന്നെ വിട്ടപ്പം എന്ത് തന്നു വിട്ടേ? നീ എന്നെ വിട്ടപ്പോ എന്ത് തന്നാ വിട്ടേ? ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ വലിയ വലിപ്പത്തെ എന്നിൽ വെച്ചിട്ടാ നീ എന്നെ വിട്ടേ. അതുകൊണ്ടാ ഞാൻ ചെന്നപ്പം കുഷ്ഠരോഗികൾ സൗഖ്യമായേ, ഞാൻ ചെന്നപ്പോ ഭൂതങ്ങൾ അലറിയേ, ഞാൻ ചെന്നപ്പോ മുടന്തന്മാർ നടന്നേ, ഞാൻ ചെന്നപ്പോ ഊമന്മാർ സംസാരിച്ചേ, ഞാൻ ചെന്നപ്പോ മരിച്ചവർ ഉയർത്തേ. അതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു. ഇതാ യേശു പറഞ്ഞേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിടിച്ചോ സ്വീകരിച്ചു മരിച്ചവരെ ഉയർപ്പിക്കും. മരണകരമായതുപോലും നിങ്ങളെ ബാധിക്കയില്ല. എന്താ കാര്യം? നിങ്ങൾ ഇവിടുത്തുകാരല്ല, നിങ്ങൾ അവിടെ ഇരുത്തപ്പെട്ടവരും ഇവിടത്തേക്ക് അയക്കപ്പെട്ടവരുമാണ്. കമോൺ, ഇന്ന് ഞാനിത് പറയുമ്പോ യേശു പറയുന്നു, എനിക്കെന്റെ മഹത്വം വെളിപ്പെടുത്തണം, എനിക്കെന്റെ മഹത്വം വെളിപ്പെടുത്തണം. എനിക്കെന്റെ മകൾ ഈ ദിവസങ്ങളിൽ നിയുക്തരായി ഓരോരോ സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെടുന്ന ശുശ്രൂഷകന്മാരെ, ലോകരാജ്യങ്ങളിൽ കൃപയുടെ സമൂഹത്തോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ, ഈ ബോധ്യത്താൽ നിങ്ങളുടെ കീഴിലുള്ളവരെ വളർത്തുക. ഏത് ബോധ്യത്തിലാണെന്നറിയാമോ? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാ നിങ്ങൾ. താണഭൂമിയിലേക്ക് തന്റെ മഹത്വം പ്രദർശിപ്പിക്കാൻ ദൈവം മഹത്വത്താൽ നിറച്ച് അയച്ചിരിക്കുന്ന മഹത്വ പാത്രങ്ങളാണ്. ഓ ഹല്ലേലൂയ. ദൈവം തിരക്കില്ല. ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, യേശു പറയുന്നു, എനിക്ക് എന്റെ മഹത്വം വെളിപ്പെടുത്തണം. ഒന്ന് പറഞ്ഞു, എനിക്ക് എന്റെ മഹത്വം വെളിപ്പെടുത്തണം. വായിച്ചോ ഒന്നുകൂടെ ആ വാക്യം. ഞാൻ അവരെ അയക്കുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ സെയിം അതുപോലെ തന്നെ ഞാൻ അവരെയും ലോകത്തിലേക്ക് നീ എന്നെ എങ്ങനെയാ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നേ? അതുപോലെ തന്നെ. Even so, how I also send them into the world. I am sending them into the world. ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. I am sending them. Amen. ഞാൻ അവരെ അയക്കുക. ഒന്ന് പറഞ്ഞേ, ഞാൻ അവരെ അയക്കുക. ഞാൻ അവരെ അയക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, യേശു എന്നെ അയച്ചതാ. ഉറക്കെ പറ. ആമേൻ. യേശു എന്നെ അയച്ചതാ. ഇങ്ങനെ അയച്ചവന്റെ പേര് അപ്പോസ്തലോസ്. ഹല്ലേലൂയ. One who sent forth. ആമേൻ. അയക്കപ്പെട്ടവൻ. ആമേൻ.
അയക്കപ്പെട്ടവൻ. അവന്റെ പേര് അപ്പോസ്തലൻ. ഹല്ലേലൂയ. അപ്പോൾ സ്ഥലത്തുള്ളവന്റെ പേരല്ല അപ്പോസ്തലൻ, അയക്കപ്പെട്ടവന്റെ പേരാണ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറഞ്ഞേ, അപ്പോസ്തലൻ. അപ്പോസ്തലൻ. അതാ പറഞ്ഞേ, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അടുത്ത വാക്ക്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ക്രിസ്തുവിലുള്ള ശരീരത്തിലെ ആത്മീക വർധനയ്ക്കും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനും തന്നെ. എന്തിനായച്ചേ സ്വർഗത്തിൽ ഇരുത്തിയിട്ട് യേശുവിനെ വിശ്വസിച്ചപ്പം സ്വർഗത്തിൽ ഇരുത്തിയിട്ട് യേശുവിനെ അയച്ചതുപോലെ നിങ്ങളെ അയച്ചിരിക്കുക. അതാ തൊട്ട് താഴത്തെ വാക്യത്തിൽ കണ്ടേ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇത് അടുത്ത വാക്ക്. നീ എന്നെ അയച്ചു. 22-ാമത്തെ വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അതും കൊണ്ട് ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു എന്നിട്ട് പറയാ, നീ എനിക്ക് തന്നേ അതേ മഹത്വം കൊണ്ടാണ് ഞാൻ അവരെ അയക്കുന്നേ. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇനി നോക്കണം അടുത്ത വാക്കെന്ന് കൈമാറിയിരിക്കുന്നു. മേളിൽ ഒരു പദമുണ്ട്. അവർ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഒന്നാകേണ്ടതിന് നീ എന്നെ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. നോക്കാം 17:23 പ്ലീസ്. യോഹന്നാൻ 17:23 ദയവായിട്ട് തുറക്കൂ പ്ലീസ്. 17:23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി. ഹല്ലേലൂയ. ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ. തയ്യാറായിക്കോ? വേറൊന്നും പറയുന്നില്ല, ഇതേ എന്ന് പറയുന്നുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ സാധാരണക്കാരല്ല. ആമേൻ. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല. ഏത് മഹത്വം കൊണ്ട് പുത്രൻ തമ്പുരാൻ ഈ ഭൂമി വന്നു. ഹല്ലേലൂയ. അതേ മഹത്വം കൊണ്ട്. ആമേൻ. ഒട്ടും കുറയ്ക്കരുത്. അതേ മഹത്വം കൊണ്ട്. ഏത് വലിപ്പം കൊണ്ട് പുത്രൻ തമ്പുരാൻ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നോ, കടലേ ശാന്തമാവുക, കാറ്റ് അടങ്ങുക എന്ന് ഏതു മഹത്വത്തിൽ നിന്ന് യേശു കൽപ്പിച്ചോ, സെയിം ഗ്ലോറി, അതേ മഹത്വം, അതേ മഹത്വം, അതേ മഹത്വം സ്വീകരിച്ചോ. അതേ മഹത്വം. എന്നോട് ചേർന്ന് ഇങ്ങനെ ഒന്ന് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു. ഈ ആഴ്ചയിൽ ഞാൻ എൻ്റെ വിഷയങ്ങളെ, എൻ്റെ സാഹചര്യങ്ങളെ നേരിടാൻ പോകുന്നത് സ്വർഗത്തിൽ ഇരുത്തി തൻ്റെ മുഴുവൻ മഹത്വവും തന്ന് വിട്ടവനാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോട്ടുമായിട്ട് ഗദരദേശത്ത് അണയുമ്പോഴേ അവിടുത്തെ ദുർഭൂതങ്ങൾ വിളിച്ചു പറയും, നിങ്ങൾക്ക് അറിയത്തില്ല ഇവൻ ആരാ. പിതാവിന്റെ മഹത്വം വീണ പുത്രന്റെ മുമ്പിൽ എന്തെല്ലാം കീഴുമേ മറിഞ്ഞു, അതെല്ലാം നിങ്ങളുടെ മുമ്പിലും കീഴുമേ മറിയും. കാരണം അതേ മഹത്വം, അതേ. സ്വീകരിച്ചോ ദൈവമക്കളെ. അതിവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിക്കോ. ഒട്ടും കട്ടി കുറയാതെ അതേ മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള അതേ മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള അതേ മഹത്വം. പറഞ്ഞു സ്വീകരിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള അതേ മഹത്വം. ഏത് മഹത്വം കൊണ്ട് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചോ, അതേ മഹത്വം. പറഞ്ഞു ഏറ്റെടുത്ത് അതേ മഹത്വം. വിളിച്ചു പറഞ്ഞേ, അതേ മഹത്വം. ഒട്ടും കുറവില്ലാതെ ഹല്ലേലൂയ. അതേ മഹത്വം.
ഓ ഒന്ന് പറഞ്ഞേ, അതേ മഹത്വം ഞാൻ എന്റെ വീട്ടിലേക്ക്, ഞാൻ എന്റെ വിഷയങ്ങളിലേക്ക്, അഭിമുഖീകരിക്കുന്ന സകലത്തിലേക്ക് ഇന്ന് ഞാൻ പോകുന്നത് പുത്രനിൽ എന്ത് മഹത്വം ഉണ്ടായിരുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ. എത്ര വലിയ മഹത്വം പുത്രന് കൊടുത്തോ അതേ മഹത്വം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പിതാവ് എനിക്ക് തന്നിരിക്കുന്നു. പുത്രനിലൂടെ എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അറിവുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഒന്നും എനിക്ക് അസാധ്യമല്ല, ഒന്നും എനിക്ക് അസാധ്യമല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുവിനെ പോലെ തന്നെ ഞാനും ജയാളിയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന് മഹത്വം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. ലാസറിന്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ എന്റെ യേശുവിന് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. മരിച്ച് നാറ്റം വെച്ചു, അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞപ്പോഴും യേശുവിനെ ഒന്നും പുറകോട്ട് വലിച്ചിരുന്നില്ല. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായവന്റെ അടുക്കൽ ചെല്ലുമ്പോഴും യേശുവിന്റെ മുട്ടിടിച്ചിരുന്നില്ല. കാരണം യേശുവിനറിയാം തന്നിലൂടെ വെളിപ്പെടാൻ പോകുന്നത് എന്താന്ന്. ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം പുത്രനിൽ നിക്ഷേപിച്ച ആ മഹത്വത്തിന്റെ വലിപ്പമാണ് പുത്രനിലൂടെ വെളിപ്പെടുന്നത് എന്ന് അറിഞ്ഞ പിതാവിന്, ആ പുത്രന് തന്റെ ഇടം ഉണ്ടായിരുന്നു. അതേ തന്റെ ഇടം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. കാരണം അതേ മഹത്വം. ഒന്നൊരു വായിച്ച വാക്ക്, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പറഞ്ഞേ, എനിക്ക് തന്നിരിക്കുന്നു. എനിക്കുണ്ട്. പറഞ്ഞേ, എനിക്ക് തന്നിരിക്കുന്നു. നെഞ്ചത്തോടൊന്ന് കൈവച്ച് പറഞ്ഞേ, എനിക്കുണ്ട്. എനിക്ക് ആ മഹത്വം ഉണ്ട്. ഉറക്കെ പറ, എനിക്കുണ്ട്. ആ മഹത്വം എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹത്വമാണ് യേശുവിൽ അത്ഭുതം നടത്തിയത്. ആമേൻ. അങ്ങനെയാണ് ഈ മഹത്വം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കും ഹല്ലേലൂയ വല്ലതൊക്കെ പ്രതീക്ഷിക്കാം. ആമേൻ. അല്ലേ? ആമേൻ. വല്ലതൊക്കെ പ്രതീക്ഷിക്കാം. നടക്കുമായിരിക്കും അല്ലേ? നടക്കുമായിരിക്കും അല്ലേ? നടക്കുമായിരിക്കും അല്ലേ? പറഞ്ഞേ നടക്കുമായിരിക്കും അല്ലേ? വായി തുറന്നു പറ, നടന്നു കഴിഞ്ഞു. അതേ മഹത്വം, സെയിം ഗ്ലോറി, അതേ മഹത്വം, അതേ ലോകം. ഏത് ലോകത്തിൽ മഹത്വവുമായി പുത്രൻ വന്നോ അതേ ലോകത്തിൽ അതേ മഹത്വം കൊണ്ട് നിങ്ങളും വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനെ ഇങ്ങോട്ട് അയച്ചു, നിങ്ങളെ ഇങ്ങോട്ട് അയച്ചു. പുത്രന് മഹത്വം ആദ്യം കൊടുത്തു, നിങ്ങൾക്കും മഹത്വം തന്നു. ആമേൻ. ഹല്ലേലൂയ. പുത്രന് മഹത്വം കൊടുത്ത് അയച്ചു, നിങ്ങൾക്ക് മഹത്വം തന്നയച്ചു. അയച്ച പുത്രനിലൂടെ നടന്നു കാര്യങ്ങൾ, നിങ്ങളിലൂടെ നടക്കും. ആമേൻ. നിങ്ങളിലൂടെ നടക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല വചനം. യു വിൽ ഹീൽ ദ സിക്ക്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. നിങ്ങളെ ഭൂതം പുറത്താക്കുമെന്നല്ല, നിങ്ങൾ ഭൂതത്തെ പുറത്താക്കും. കാരണം നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങൾ വന്ന മഹത്വത്തിന്റെ വലിപ്പമാത്. ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല സാഹചര്യങ്ങളെ നോക്കി അഭിഷേകത്തോടെ വിളിച്ചു പറയുക, തന്റെ ഇടത്തോടെ വിളിച്ചു പറയുക, ദൈവകൃപയിൽ വിളിച്ചു പറയുക. സാഹചര്യങ്ങളെ, ഞാൻ നിന്റെ നേരെ വരുന്നു, എന്റെ കഴിവിനാലല്ല, എന്നിൽ വന്ന മഹത്വത്താൽ. ഒരു പദം ഞാൻ ഇടാൻ പോവുക ഇവിടെ. വേണ്ടിയവർ ആ പദത്തെ വേഗത്തിൽ കരഗതമാക്കിക്കോണം. ആ പദം വേറൊന്നുമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ Christ, the hope of the glory is dwelling in you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ.
യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. പല നാളുകളായുള്ള ശൂന്യതകൾ പടിയിറങ്ങുന്നു ജീവിതങ്ങളിൽ നിന്ന്. മഹത്വപൂർണമായ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. ഓ പരിശുദ്ധയാത്മാവേ, ഈ നിന്റെ മക്കളെ നടത്തുന്നല്ലോ, അതിനായിട്ട് നന്ദി. From the glory to the glory. ഹല്ലേലൂയ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ഏത് മഹത്വം പുത്രന് കൊടുത്തു, അതേ മഹത്വം, അതേ മഹത്വം, അതേ മഹത്വം. സ്വർഗത്തിൽ നിന്ന് പുത്രനെ അയച്ചു, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അയച്ചു. സ്വർഗത്തിലായിരുന്നു പുത്രൻ, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തി. പുത്രനിലൂടെ മഹത്വം വെളിപ്പെടുത്തി, നിങ്ങളിലൂടെയും മഹത്വം വെളിപ്പെടുത്തും. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പിതാവ് പണ്ട് സൃഷ്ടിപ്പിൽ ഉപയോഗിച്ചത് ഈ മഹത്വമാണ്. പിതാവ് പണ്ടും സൃഷ്ടിപ്പിന് ഉപയോഗിച്ചത് ഈ മഹത്വമാണ്. അന്ധകാര ലോകത്തിൽ വന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം വെളിപ്പെട്ടു പോയി വെളിച്ചത്തെ ഉണ്ടാക്കിയത് ഈ മഹത്വമാണ്. സൂര്യ ചന്ദ്രാദി നക്ഷത്രാദികളെ ഉണ്ടാക്കിയത് ഈ മഹത്വമാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് കാണുന്ന അണ്ടകടാകത്തെ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പടച്ചുരച്ചത് ഈ മഹത്വം കൊണ്ടാ. ആ മഹത്വം പുത്രന് കൊടുത്തു, ആ മഹത്വം പുത്രൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ നിങ്ങളെ ചെറുതാക്കരുത്, നിങ്ങൾ നിങ്ങളെ ചെറുതാക്കരുത്. Don't limit yourself. നിങ്ങൾ നിങ്ങളെ ചെറുതാക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾ ഒത്തിരി വലുതാ. You are big. നിങ്ങൾ ഒത്തിരി വലുതാ. ദയവ് ചെയ്ത് നിങ്ങളെ ചെറുതാക്കല്ല്, നിങ്ങളെ ചെറുതാക്കല്ല്. നിങ്ങൾ ഒത്തിരി വലുതാ. ഹല്ലേലൂയ. നിങ്ങളിൽ വന്ന മഹത്വമാ നിങ്ങളുടെ വലുപ്പം. നിങ്ങളിൽ വന്ന മഹത്വമാ നിങ്ങളുടെ വലുപ്പം. ഒതുങ്ങിക്കൊടുക്കരുത്, ഒതുങ്ങിക്കൊടുക്കരുത്. ജെറുസലേമിന്റെ ഇട്ടാവട്ടം കൊണ്ട് ഒതുങ്ങിക്കൊടുക്കരുത്. തച്ചക്കൊച്ചൻ എന്ന പേര് കൊണ്ട് ഒതുങ്ങിക്കൊടുക്കരുത്. ഓ യേശുവേ, ഇത് പറയുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ പദം നിങ്ങൾ ഏറ്റെടുക്ക്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്നതാ സത്യം? ഈ മഹത്വം നിങ്ങൾക്കുണ്ടെന്നുള്ള അറിവിൽ അവൻ നിങ്ങളെ വന്ന് നടത്തും. ഈ മഹത്വത്തിന്റെ വാഹകരാണ് നിങ്ങളെന്ന അറിവ് കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കും, അവൻ നിങ്ങളെ നിറയ്ക്കും. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലൂടെ ഈ മഹത്വം പകർന്നുകൊണ്ടിരിക്കും, പകർന്നുകൊണ്ടിരിക്കും. ഓരോ അപകടങ്ങളും നിങ്ങൾക്ക് മഹത്വം വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാകും. ഓ ഓ മഹത്വം ചുമക്കുന്നവനെ, ദൈവ മഹത്വം ചുമക്കുന്നവനെ, നീ ചെന്ന് കാല് ചവിട്ടുമ്പോൾ തന്നെ അവിടുത്തെ സിറ്റുവേഷനുകൾ മാറി മറിയും. അവിടുത്തെ സിറ്റുവേഷനുകൾ മാറി മറിയും. കൊല്ലങ്ങൾ കൊണ്ടുള്ള നാശങ്ങൾ, നഷ്ടങ്ങൾ, എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത അവസ്ഥകൾ മഹത്വം വഹിച്ചുകൊണ്ട് ആ പഴയ പുരാതന വീട്ടിലേക്ക് തിരിച്ചു കയറ്. ആരൊക്കെയോ അത് ഏറ്റെടുക്കുന്നു. എനിക്കറിയാൻ കഴിയുന്നു, എന്നെ വലിക്കുന്നു. ഈ വചനം ആരൊക്കെയോ വലിച്ചെടുക്കുന്നു. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്, അതേ മഹത്വം, അതേ മഹത്വം ഇതും കൊണ്ടാ കൊട്ടാരക്കരയിലേക്ക് പോകാൻ പോകുന്നത്. അവരെ രണ്ടുപേരെ വിളിച്ചോ, അവരുടെ മേലെ മഹത്വത്തെ യേശു അയക്കുന്നു. വിളിച്ചോ, അവരെ എഴുന്നേൽപ്പിച്ചോ. ആ മഹത്വം നിറഞ്ഞവരായി നോക്ക, ഇങ്ങോട്ട് നോക്ക. ആ മഹത്വം നിറഞ്ഞവരായി, ഓ അവരുടെ മേലെ മഹത്വം അതടിക്കുന്നു. ഹല്ലേലൂയ. പഴയ വീട്ടിലേക്ക് ഈ വലിയ മഹത്വം കൊണ്ടാ തിരിച്ചു പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് പറയാ, മക്കളെ മഹത്വം കൊണ്ടാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അഭിമുഖീകരിക്കുന്ന അത്രയും വിഷയങ്ങളെ നോക്കി അഭിഷേകത്തോടെ വിളിച്ചു പറ, ഞാൻ ഈ മഹത്വം പേറിക്കൊണ്ടാ പോകുന്നേ, ഞാൻ ഈ മഹത്വം ചുമന്നോണ്ടാ പോകുന്നേ. ഒന്നും സംഭവിക്കയില്ല.
ഒന്ന് പറഞ്ഞേ, ഒന്നും സംഭവിക്കുകയില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബ്രദറെ, ആധാരം തുറന്ന് പറ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം വഹിക്കുന്ന പാത്രങ്ങൾ. പറഞ്ഞു പറഞ്ഞേ പറഞ്ഞേ, മഹത്വം വഹിക്കുന്ന പാത്രങ്ങൾ. ഉറക്കെ പറ, മഹത്വം ചുമക്കുന്ന പാത്രങ്ങൾ. ഹല്ലേലൂയ. ഓ, ഈ വീട്ടമ്മയോട് യേശു പറയുന്നു, ഈ വീട്ടമ്മയോട് യേശു പറയുന്നു, മാതാവേ എണ്ണീക്ക്, കണ്ണു തുടയ്ക്ക. യേശു പറയുന്നു, ചരിത്രം മാറുകയാണ്, സ്ഥിതി മാറുകയാണ്. നിന്റെ ശാപത്തിന്റെ വീട്ടിലേക്ക് ഈ മഹത്വം ചുമന്നുകൊണ്ട് നീ കാല് ചവിട്ടുമ്പോൾ തന്നെ മഹത്വം വഹിച്ചുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനുകൾ മാറി മാറി, അവിടുത്തെ അവസ്ഥകൾ മാറി മാറി, അവിടുത്തെ അവസ്ഥകൾ മാറി മാറി. ഇതാ ഞാൻ പറഞ്ഞേ, കല്യാണ വീട്ടിൽ കരച്ചിലായിരിക്കും ഉയരുന്നേ, പക്ഷെ മഹത്വം പിടിച്ചോണ്ട് നീ ആ വീട്ടിലോട്ട് കയറുമ്പോ തന്നെ ആ വീട്ടിലെ അന്തരീക്ഷം മാറും, കരച്ചിൽ മാറി ആനന്ദം തുടങ്ങും. ഇത് നിന്റെ പ്രത്യേകതയല്ല, ഇത് നിന്നിൽ വന്ന മഹത്വത്തിന്റെ പ്രത്യേകതയാണ്. ഇത് എന്നിൽ വന്ന മഹത്വത്തിന്റെ പ്രത്യേകതയാണ്. ഒന്ന് പറഞ്ഞ്, എന്നിൽ വന്ന മഹത്വത്തിന്റെ പ്രത്യേകത. ആ കരം രണ്ടും ഒന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞ്, യേശുവേ ഈ മഹത്വം ചുമക്കുവാൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ. ഏത് മഹത്വത്താൽ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചോ, അതേ മഹത്വത്താൽ. രണ്ട് കരം ഉയർത്തി പറ, അതേ മഹത്വം. കണ്ണു തുറന്നു പറ, അതേ മഹത്വം എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നുവല്ലോ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായ്പ്പോഴും ഈ മഹത്വം കൊണ്ട് ഞാൻ ജയാളിയാണ്. കൊടുക്കാൻ വരുന്നവൻ പോലും ഉണ്ടല്ലോ. ഇന്നങ്ങനെ പറയാനായിട്ട് യേശു പറയുന്നു, അവര് വരുന്ന നിന്നെ ഒന്ന് പൂട്ടാനായിരിക്കും, അവര് വരുന്ന ചോദ്യത്തെ നിന്നെ ഒന്ന് കൊടുക്കാനായിരിക്കും, നിന്നെ ഒന്ന് പൂട്ടിയിട്ടൊന്ന് ആഘോഷിക്കാനായിരിക്കും. നോക്കിയിരുന്നാ മതി. നീ കീഴടങ്ങാൻ തയ്യാറായാ പോലും നിന്നിലുള്ള മഹത്വം സമ്മതിക്കുക. ഓ, യേശുവിന്റെ നാമം ജയം. ആ വ്യഭിചാരിണിയായ സ്ത്രീയെ പൊക്കിക്കൊണ്ട് വന്നപ്പോ നിന്നെ കൊടുക്കാൻ തന്നെയാ. ആ കൈസറുടെ മേലെടുത്തുള്ള ആ പൈസ പിടിച്ചോണ്ട് വന്ന നിന്നെ പൊക്കാൻ വേണ്ടി തന്നെയാ. വരണ്ട കൈയുള്ളവനെ ശവത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നിന്നെ പൂട്ടാൻ തന്നെയാ. പക്ഷപാത രോഗിയെ ഇന്ന് അവിടെ കൊണ്ട് കിടത്തിയതിന്റെ ഉദ്ദേശം നിന്നെ പൂട്ടാൻ തന്നെയാ. പക്ഷെ നീ പൂട്ടപ്പെടാൻ തയ്യാറായാ പോലും നിന്റെ മേലുള്ള മഹത്വം സമ്മതിക്കത്തില്ല. മഹത്വം അവരെ കയറി പിടിക്കും. അവർക്ക് വാക്ക് മുട്ടിപ്പോവും. നിന്റെ കൂടെ മഹത്വം ഉണ്ടെന്നുള്ളത് പരസ്യമായി തെളിയിക്കപ്പെടും. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തെളിയിക്കപ്പെടും. നീ മഹത്വത്തിന്റെ വാഹകനാന്നുള്ളത് പരസ്യമായി തെളിയിക്കപ്പെടും. നീ മഹത്വം ചുമക്കുന്നവനാണെന്നുള്ളത് പരസ്യമായി തെളിയിക്കപ്പെടും. അത് ആരോടോ കർത്താവ് വ്യക്തിപരമായിട്ട് പറയുന്നു. രഹസ്യമായി ഉടഞ്ഞവളെ, രഹസ്യമായി തകർന്നവനെ, പരസ്യമായി ഈ മഹത്വം നിന്നെ തെളിയിക്കുകയാണ്. നിങ്ങൾ അറിയണം ഈ മഹത്വത്തിന്റെ വാല്യൂ, ഈ മഹത്വത്തിന്റെ വില നിങ്ങൾ അറിയണം. പുത്രനിലൂടെ കിട്ടിയ ഈ മഹത്വത്തിന്റെ വില നിങ്ങൾ അറിയണം. പണ്ട് പഴയ നിയമ കാലയളവിൽ ജനത്തിന്റെ നടുവിൽ ഈ മഹത്വം ഇറങ്ങി വന്നിരുന്നില്ല. വല്ല സ്ഥൂലിച്ചിരിക്കുന്ന മലയിലും കൂരിരുട്ട്, മേഘസ്തംഭം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, മിന്നൽ പിണർ, കാഹളനാദം,
ഇവയുടെ എല്ലാ അകമ്പടിയോടെ സ്ഥൂലിച്ചിരിക്കുന്ന മലയുടെ മേളിൽ അന്ന് മഹത്വം ഇറങ്ങി. കണ്ടവർ ഞെട്ടിവിറച്ച് പാളയത്തിനകത്ത് കയറി, കൂടാരത്തിനകത്ത് കയറി ഒളിച്ചു. എന്നാ കാര്യമെന്നറിയോ? ഈ മഹത്വം വ്യക്തികളിൽ വ്യാപരിച്ചിരുന്നില്ല, ദേവാലയങ്ങളിൽ വ്യാപരിച്ചിരുന്നു. ഹല്ലേലൂയ. കെരൂബുകൾ കാവൽ നിന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ഈ മഹത്വം വ്യാപരിച്ചിരുന്നു. സ്ഥൂലിച്ചിരുന്ന പർവ്വതങ്ങളിൽ കൂരിരുട്ടിൽ ഈ മഹത്വം ഇറങ്ങിയിരുന്നു. പർവ്വതം മഹത്വം കൊണ്ട് കിടുകിട വിറച്ചിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഈ മലയിലും ആ മലയിലും ഒന്നും ഈ മഹത്വം ഇറങ്ങിയല്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു കാഹളനാദത്തോടും മിന്നൽ പിണരോടും കൂരിരുട്ടോടും കൂടെ മലയിലിരിക്കുന്നു എന്നല്ല, നിങ്ങളിലിരിക്കുന്നു. എനിക്കറിയാം ഇത് ഞാൻ പറയുമ്പോൾ തന്നെ വീടുകൾ, ഇത് കേൾക്കുന്ന വീടുകൾ മാറിക്കൊണ്ടിരിക്കുക. വീട്ടുകാർ, ഇത് വലിയൊരു പരിജ്ഞാനമാ, ഇത് വലിയൊരു തിരിച്ചറിവാ, ഇത് വലിയൊരു തിരിച്ചറിവാ. ഇവിടെ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ അറിയുവാ, ഞാൻ ഇങ്ങനെയുള്ളവനൊന്നും അല്ല, ഞാൻ അയക്കപ്പെട്ടവനാ. പുത്രനെ, എനിക്ക് അതാ ഇന്ന് രാവിലെ എന്നെ പിടിച്ചു കുലുക്കുക. ഞാൻ ഒത്തിരി നേരം ആത്മാവി കർത്താവിനെ സ്തുതിച്ച് ഈ വാക്യം വെളിപ്പെടണം. പുത്രനെ എങ്ങനെ അയച്ചോ അതുപോലെ തന്നെ, ഒട്ടും കുറയാതെ. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പ് പുത്രന് മഹത്വം കൊടുത്തു വിട്ടു. അതേപോലെ തന്നെ, അതേ മഹത്വം. പുറത്തിരിക്കുന്നവരോട് ഞാൻ പറയും, ഇന്ന് വെയിലത്ത് നിന്ന് യോഗം കൂടുന്നവരുണ്ട്, ഇതിനകത്തൊന്ന് കയറുവാൻ കൊതിച്ചിട്ട് ഇടവില്ലാതെ പുറത്തു നിന്ന് യോഗം കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ പറയാൻ കേട്ടോ, വെയിലത്തായിരിക്കാം നിൽക്കുന്നത്, പക്ഷെ മഹത്വത്തിനൊരു കുറവില്ല. ഹല്ലേലൂയ. തുറന്ന് ഞാൻ പറയാം, സ്വീകരിച്ചു. നിങ്ങൾ ഇതുണ്ട്, തരുമെന്നല്ല, തന്നിരിക്കുന്നു. ഒന്ന് പറഞ്ഞ അവതം, തന്നിരിക്കുന്നു. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവര് നമ്മളെ പോലെ ആകണം. നമ്മൾ പറഞ്ഞപ്പോ സൂര്യൻ ഉണ്ടായി, ഇവര് പറയുമ്പോ സൂര്യൻ നിൽക്കണം. നമ്മൾ പറയുമ്പോ ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. നമ്മൾ പറഞ്ഞപ്പോ സമുദ്രവും വെള്ളവും ഒക്കെ ഉണ്ടായി. നിങ്ങൾ പറയുമ്പോഴും ഇതൊക്കെ ഉണ്ടാകണം. Come on, take it. Take it. In Jesus' name. സ്വീകരിച്ചോ. നമ്മെ പോലെ, നമ്മളെ പോലെ, നമ്മളെ പോലെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നെ നോക്കിയിട്ട് പറയാ, നമ്മളെ പോലെ ഇവരും ആകണം. മൂന്ന് പേരുടെ ട്രിനിറ്റേറിയൻ ഗോഡ് നിൽക്കുക. ട്രിനിറ്റേറിയൻ ഗോഡ് നിൽക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നിട്ട് പറയാ, പിതാവ് പറയാ, എന്നിൽ എല്ലാ നിറവുമുണ്ട്, നിന്നിലും എല്ലാ നിറവുമുണ്ട്. ഓക്കെ, പരിശുദ്ധാത്മാവേ നിന്നിലും എല്ലാ നിറവുണ്ട്. നമുക്ക് മൂന്ന് പേർക്കൂടെ ഇവന്റെ മേൽ കൈവെക്കാം. നമ്മിലുള്ളത് ഇവനിലേക്ക്, നമ്മിലുള്ളത് ഇവനിലേക്ക് കൊടുക്കാം. ഇവൻ നമ്മെ പോലെ, നമ്മെ പോലെ, ഇവൻ നമ്മളെ പോലെ, നമ്മൾ സൃഷ്ടിച്ച പോലെ, നമ്മൾ കൽപ്പിച്ച പോലെ, നമ്മൾ കടലിനെ നോക്കി പറഞ്ഞ പോലെ, നമ്മൾ ചെയ്ത പോലെ. Are you ready? Amen. Are you ready? Yes. തയ്യാറായിക്കോ. 2015 You are here. നിങ്ങളുടെ വർഷമാണ് 2015. ഒരു ഡൗട്ടും വേണ്ട. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ മഹത്വത്തിന്റെ പ്രദർശനമായിരിക്കും. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ മഹത്വത്തിന്റെ പ്രദർശനമായിരിക്കും. ഏത് കഠിന പ്രശ്നങ്ങൾ തലപൊക്കി നിൽക്കുന്നിടത്ത് നീ ചെന്ന് നിന്നാ മതി. നിന്നിരിക്കുന്ന മഹത്വം തലപൊക്കും. നിന്നിരിക്കുന്ന മഹത്വം തലപൊക്കും.
തലപൊക്കി വെച്ച് പറയും, ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. കാരണം വന്നിരിക്കുന്ന മഹത്വത്തിന്റെ വലിപ്പം അത്രയ്ക്ക് വലുതാ, അത്രയ്ക്ക് വലുതാ, അത്രയ്ക്ക് വലുതാ, അത്രയ്ക്ക് വലുതാ, അത്രയ്ക്ക്. ആരാ അങ്ങനെ പറയുന്ന ആ വ്യക്തി? ആരാണ് അങ്ങനെ പറയുന്ന ആ വ്യക്തി? ആരാണ് അങ്ങനെ പറയുന്ന വ്യക്തി? എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ വീട്ടിൽ എന്തോ ദോഷമുണ്ടെന്ന് തോന്നുന്നു. ആരാ അതൊന്ന് കൈ ഉയർത്തി? പിന്നെ ഇപ്പൊ കൈ വെക്കാൻ പോവുക. ഞങ്ങളുടെ വീട്ടിലല്ലേ എന്തോ ഒരു പോരാട്ടം അല്ലേ, മൊത്തത്തിലൊരു ബന്ധനം അല്ലേ, എന്തോ ഒരു ബന്ധനം ഉണ്ടല്ലേ, വീട്ടിൽ എന്തോ ഒന്നുണ്ടല്ലേ, ഉണ്ടല്ലേ, എന്തോ ഒന്നല്ലേ, എന്തോ ഒന്നുണ്ടല്ലേ. ഞങ്ങളുടെ എൻ്റെ ബ്രദർ, ഈ പ്രാർത്ഥനാ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങ് യേശുക്രിസ്തുവിനെ പോലെ ആവുക. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഞാൻ അങ്ങ് ഭൂതഗ്രസ്തനെ പോലെ ആവുക. നിങ്ങളിലുള്ള മഹത്വം, ഹല്ലേലൂയ പറഞ്ഞ എന്നിലുള്ള മഹത്വം, എന്നിലുള്ള മഹത്വം, the glory. ആമേൻ. തയ്യാറായിക്കോ ദൈവമക്കളെ? ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ കൈ തൊടുന്ന സകലത്തിലേക്ക് നിങ്ങളിരിക്കുന്ന ഈ മഹത്വം പാസ് ചെയ്യാൻ തുടങ്ങും. അത് വരണ്ട കൈയാണോ നിങ്ങൾ തൊടുന്നതെങ്കിൽ ആ കൈയിലേക്ക് ആ മഹത്വം ഇറങ്ങും. അത് കുരുടന്റെ കണ്ണാണ് തൊടുന്നതെങ്കിൽ ആ കണ്ണിലേക്ക് ആ മഹത്വം ഇറങ്ങും. നിങ്ങളിലൂടെ ഈ മഹത്വം വെളിപ്പെടും. കാരണം ഇത് തന്ന് നിങ്ങളെ അയച്ചിരിക്കുക, ഇത് തന്ന് നിങ്ങളെ അയച്ചിരിക്കുക, ഇത് തന്ന് നിങ്ങളെ അയച്ചിരിക്കുക. പ്രിയ പിതാവേ, ഇങ്ങനെ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇങ്ങനെ കൊതിക്കുന്നു, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. മഹത്വപൂർണമായ ജീവിതം, ഗ്ലോറിയസ് ലൈഫ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ജീവിതം ഇവിടെ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവരുടെ സാഹചര്യങ്ങൾ മഹത്വപൂർണമാവട്ടെ. അവർക്ക് കൊടുത്തുവിട്ട മഹത്വത്തിന്റെ വലിപ്പം അവരറിയട്ടെ. അവരിയ്ക്കുന്ന ഇടത്തേക്ക് ആ മഹത്വം ഇപ്പോൾ ചില വീടുകളിലേക്ക് ആ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ പഴയ വീട്ടിലേക്ക്, പുരാതന ശാപങ്ങൾ കുടിയിരിക്കുന്ന വീട്ടിലേക്ക് കട്ടളപ്പടിമേൽ കാല് ചവിട്ടുമ്പോൾ തന്നെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി മാറുന്ന പോലെ അന്ധകാരങ്ങൾ കെട്ടുകെട്ടണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ സംഭവിക്കട്ടെ, വ്യക്തികൾ സംഭവിക്കട്ടെ, ദേശങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കരപടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഒരു കൊച്ചു പയ്യനെ ഞാൻ കാണുന്നു. തലയുടെ വലത്തെ സൈഡില് അതികഠിനമായ തലവേദന വന്നിട്ട് ഫിക്സ് പോലെ നിൽക്കാൻ പറ്റാതെ തറയിൽ തള്ളി വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺ കൊച്ചിനെ, ഒരു 10, 14, 12, 13, 14, 15 വയസ്സൊക്കെ വരുന്ന ഒരു കൗമാരക്കാരനെ യേശുനാഥൻ സൗഖ്യമാക്കുന്നു. അങ്ങനെ ഒരു വിഷയത്തെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ നാമം ജയം. കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൊടുത്തു. ആ ഇരിക്കുന്ന കൊച്ചനെ ഒന്നിങ്ങോട്ട് എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നേ. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ അതിനെ. വന്നാട്ടെ ഇങ്ങോട്ടൊന്ന് വന്നേ മോനെ. എന്താ നിന്റെ പേര്? സഞ്ജയ്. ഇതിന്റെ ആരാ വന്നിട്ടുള്ള? കൂടെ ആരാ വന്നിട്ടുള്ള? വരിക. ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലുള്ള കുഞ്ഞിതല്ലേ? അതെ. കരയാതെ അമ്മ കരയാതെ കരയരുത്. ഇങ്ങോട്ട് നോക്കി, ഞാൻ പറയുന്ന കേൾക്ക. തലയുടെ വലത്തെ വശത്ത് പ്രയാസം വന്നിട്ട് ബാലൻസ് നഷ്ടപ്പെട്ട് താഴെ വീഴുന്ന കൊച്ചു. ഇതാണോ?
അതെ അതെ. എത്ര വർഷമായി കുഞ്ഞിന് ഇത് ആരംഭിച്ചിട്ട്? ഉഫ്. ഈ സമയത്ത് ഈ കുഞ്ഞിനെ യേശു സൗഖ്യമാക്കും. ദേവാദിദേവ, കർത്താദി കർത്താ, ഈ ശരീരത്തിൽ നിന്ന് ഇളകുന്നു, ഇതഴിഞ്ഞു വീഴുന്നു. ഇറങ്ങിപ്പോ. എന്താ നിങ്ങളുടെ പേര്? ഓമന. ഓമന. ആദ്യമായിട്ടാ ഇവിടെ വരുന്നല്ലേ? അതെ. ഇന്ന് ആദ്യമായിട്ടാ ഇവിടെ വരുന്നേ? എവിടുന്നാ വരുന്നേ? ചാത്തങ്കേരി. ഓമന, നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 11 വർഷമായി നിങ്ങളുടെ നട്ടലിന് അതികഠിനമായ പ്രയാസമാണ്. സാധാരണ വേദനയല്ല, നിങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത പ്രശ്നമാണെന്ന് യേശു എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നേ? സത്യവാ, സത്യവാ. നിങ്ങളെല്ലാരും കണ്ടോണം, ആ ബാധ ഈ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നു. ദൈവശക്തി ഇതാണ് ഈ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാരും കണ്ടോണം. അഴിയുവാതെ, അഴിയുവാതെ, അഴിയുവാതെ. ഇനി ഈ മകളെ ആക്രമിക്കാൻ നിനക്ക് അധികാരമില്ല. നിന്റെ സമയം കഴിഞ്ഞു. ഇറങ്ങിപ്പോക്കോ ഈ ശരീരത്തിൽ നിന്ന്. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ആ നട്ടലിലേക്ക് ആ ജീവൻ അടിച്ചുകൊണ്ടിരിക്കുക. നട്ടല് പുതിയത് സൃഷ്ടിക്കപ്പെടുന്നു. 2 ഇടുപ്പുകളിലേക്കും ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 2 ഇടുപ്പുകളിലേക്കും. ആ നട്ടലൊന്ന് കൈവെക്കണ്ട. രേഷ്മ ഒന്ന് വന്നേ. ആ നട്ടലൊന്ന് കൈവെച്ച നമ്മളെ, ആ നട്ടലൊന്ന് കൈവെച്ചോ. ഇപ്പോൾ തന്നെ ആ നട്ടലിലേക്ക് ആ ജീവൻ അടിച്ചുകൊണ്ടിരിക്കുക. ആ നട്ടലിലേക്ക് the touch of Jesus, the touch of Jesus. സ്പർശനമുണ്ടാവട്ടെ. ആ നട്ടല്, അവരുടെ നട്ടലിലേക്ക് കർത്താവിന്റെ ഭയങ്കര മഹത്വം അടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് അവരുടെ നട്ടലിനെ യേശു സൗഖ്യമാക്കും. വർഷങ്ങൾ കൊണ്ട് സാത്താൻ കെട്ടിബന്ധിച്ചതിനെ യേശു നിമിഷങ്ങൾ കൊണ്ട് അഴിച്ചു വിടുന്നു. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്തേ. മോനെ, നിന്റെ ആയുസ്സിൽ ഇനി നീ ഇത് നിമിത്തം വീഴുകയില്ല. കേട്ടോ, കേട്ടോ? വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ പോക്കോ. ആരും നിന്നെ പിടിക്കുകയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഉത്തമനാരാ? ഭർത്താവ്. അയാളും സൗഖ്യമാവുക. ഉത്തമനും സൗഖ്യം. ഉത്തമനോട് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഉത്തമനായ ഉത്തമൻ എവിടെ? ഉത്തമനായ ഉത്തമൻ എവിടെ? ഉത്തമോ, ഓടിവായോ. ഈ മകളുടെ മേൽ കൈവച്ചപ്പോ യേശു പറഞ്ഞു, ഉത്തമനെ സൗഖ്യമാക്കുക. ഇതാണ് ഉത്തമൻ. ഓടിവാ. ഉത്തമനെ സൗഖ്യമായിക്കാം. ഉത്തമന്റെ മേലേക്ക് യേശുവിന്റെ ശക്തി അടിക്കട്ടെ. ഉത്തമൻ ചേട്ടാ, യേശു തുറക്കുക. ഇവിടം നെഞ്ചിനകത്തേക്ക് യേശുവിന്റെ കരം വ്യാപരിക്കുകയപ്പോൾ ആസ്മകൾ അഴിയുന്നു, ശ്വാസമുട്ടലുകൾ അഴിയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവൻ ശരീരത്തിലേക്ക് അടിക്കട്ടെ. പൂർണ്ണമായിട്ട് ഉത്തമന്റെ ഉണ്ടല്ലേ ഈ സെക്കൻഡ് സൗഖ്യമായി. ആദ്യമായിട്ടാണ് വരുന്നേ അല്ലേ? ആദ്യമായിട്ട് ഇവിടെ വരുന്നേ. ആര് പറഞ്ഞു ഈ മീറ്റിങ്ങിന് വരാൻ?
ഇവ കാണുന്നുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇവിടെ അമ്മണിയമ്മ പറഞ്ഞു ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഉത്തമൻ ചേട്ടാ, കർത്താവിന്റെ വലിയ കരം നിങ്ങളെ തൊട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടേ. അവയോ ഡോക്ടറുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണമേ. കുന്നംകുളത്ത് ഏത് ഗ്രൗണ്ടിലായിരുന്നു ആ മീറ്റിംഗ്? ഐക്യസുവിശേഷം നടക്കുന്നുണ്ട് അവിടുത്തെ ഗ്രൗണ്ട് സീൻ. എല്ലാ സഭകളും കൂടെ കൂടിയുള്ള ഒരു യോഗം, ഐക്യസുവിശേഷ യോഗം, പള്ളികളും എല്ലാം കൂടെ കൂടിയുള്ള ഒരു യോഗം നടക്കുമ്പോഴാണ് ഡോക്ടറെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്നിങ്ങനെ ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ ഇറങ്ങി നടന്നപ്പം കർത്താവ് ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർക്ക് ഹെർണിയയുടെ തൂങ്ങിക്കിടക്കുന്ന വലിയ മുഴയുണ്ട്. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാവും. ഹല്ലേലൂയ. അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ മനുഷ്യൻ ഡോക്ടറാന്ന്. ഇത് കർത്താവ് ഇങ്ങനെ പറയാനായിട്ട് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്തോട്ട് വരുമായിരുന്നു അല്ലേ? അതെ, വരികയായിരുന്നു. അടുത്തോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു. അത് ഇപ്പോഴും സാഹിത്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, പിതാവേ, അങ്ങനെയാണ് പറഞ്ഞത്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഹെർണിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ ഉണ്ട്, അതിപ്പോൾ സൗഖ്യമാക്കുക, എന്നോടത് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം അത് ഏറ്റെടുത്തു. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഡിക്ലെയർ ചെയ്യണം. എന്തോന്ന് ഡിക്ലെയർ ചെയ്യണേ? എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ അസുഖം എനിക്ക് ഇനി ആവശ്യമില്ല. അതുകൊണ്ട് അത് എന്നെ വിട്ടങ്ങ് പൊക്കോട്ടെ അതങ്ങ് പറയാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ അത് വിശ്വാസം ഏറ്റെടുത്തു. ഇത് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം തൃശ്ശൂരിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ബന്ധത്തിലൊരുത്തൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ TV കാണുന്നു. ഞാൻ പറഞ്ഞു, ഒരു സാധ്യതയില്ല, എന്നെ TV കാണാൻ ഒരു സാധ്യതയില്ല. അല്ല, അങ്ങനെയല്ല, ഒരു സജിത് ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്താ കണ്ടത്? ഞാൻ കണ്ടത് നിനക്കൊരു ഹീലിംഗ് നടക്കുന്നതാണ് കാണുന്നത്, നിൻ്റെ ഹെർണിയ സൗഖ്യമായതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നിമിഷം വിചാരിച്ചു, അങ്ങനെയാണ് എനിക്കൊരു ഹെർണിയ ഉണ്ടല്ലോ, ആ ഡോക്ടറെ എൻ്റെ ബ്രദറിനെ സൗഖ്യമാക്കാൻ പറ്റുമെങ്കിൽ അതേ കർത്താവിനെ എന്നെയും സൗഖ്യമാക്കാൻ പറ്റില്ല. അദ്ദേഹം ആ നിമിഷം കായി എടുത്ത് അവിടെ വെച്ചു, അദ്ദേഹത്തിന് സൗഖ്യം വന്നു. ഇത് ഡോക്ടറുടെ ഹെർണിയയുടെ മുഴ അപ്രത്യക്ഷമായി, ആ സ്പോട്ടിൽ അപ്രത്യക്ഷമായി. തീർന്നില്ല. അടുത്തത് ഇനി വലിയ സാക്ഷ്യമാണ്. ഡോക്ടറുടേത് ആ സ്പോട്ടിൽ അപ്രത്യക്ഷമായി. ഡോക്ടറുടേത് കണ്ട്, ടെലിവിഷനിൽ കണ്ട് ഡോക്ടറെ വിളിച്ച ഡോക്ടറുടെ കൂട്ടുകാരൻ ആ സ്പോട്ടിൽ സൗഖ്യമായി. അത് ലൈവായിട്ട് അമേരിക്കയിൽ അല്ലേ? അല്ല, എൻ്റെ സിസ്റ്റർ, അമേരിക്കയിലുള്ള സിസ്റ്റർ വന്നിട്ടുണ്ട്, എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, കുഞ്ഞു വന്നിട്ടുണ്ട്. സിസ്റ്റർ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നതാണ്. അന്ന് വരുന്നതിന് പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ വൈഫിന് ഒരല്പം പ്രയാസമുള്ള കാര്യമായിരുന്നു. അത് സാർക്കോമ എന്ന് പറയുന്ന അസുഖത്തിൽ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിനകത്ത് വന്ന് ഞങ്ങൾ അന്ന് ആസിസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസമാണ് ഈ സംഭവം. അന്ന് വന്ന് എന്നെ സൗഖ്യമായി. അന്ന് ഞങ്ങളിത് പറഞ്ഞ സമയത്ത് സജിത് ബ്രദർ എനിക്ക് എൻ്റെ ബൈബിളിൽ, എൻ്റെ വൈഫിൻ്റെ ബൈബിളാണ്, ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള സജിത് ബ്രദറിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീവനിൽ വാഴുന്നു. ഞാൻ ഈ ബുക്ക് തന്നെ എടുക്കാൻ വേണ്ടി അല്പസമയം അവിടെ എടുത്തത്. ഇത് എഴുതി വെച്ചത് സജിത് ബ്രദറാണ്. സജിത് ബ്രദർ എഴുതിയിരിക്കുന്നു റോമർ 5:18 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അധികമായി ഞാൻ ജീവനിൽ വാഴും. ഈ ജീവനിൽ വാഴുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. ഈ ജീവൻ യേശുക്രിസ്തുവിൻ്റെ ദാനമായി കിട്ടിയ കൃപ, അതുകൊണ്ടൊന്ന് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ RCCയിൽ ചെക്കപ്പിന് വിധേയമാകുന്ന ഒരു കേസായിരുന്നു അത് അന്ന് പോകാൻ ഒരുങ്ങിയപ്പം കർത്താവ് പറഞ്ഞു, റോമാലേഖന 5-ാം അധ്യായത്തിലെ ഞാനും ജോസ് ബ്രദറും ഒക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ദിവസങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു വിട്ടു, ഡോക്ടറെ RCC ചെന്നോ, ഒന്നും സംഭവിക്കുകയില്ല, മരണത്തിന് വിധേയപ്പെടുമെന്നല്ല, ജീവനിൽ വാഴുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് സാക്ഷ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ആ സാക്ഷ്യം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിവിടെ പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് വന്നു. സിസ്റ്ററും വന്നിട്ടുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്, മകളും വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. RCC റിപ്പോർട്ട് പരാജയപ്പെട്ടു, യേശു ജയിച്ചു. ജീവനിൽ വാഴുമെന്ന് പറഞ്ഞാൽ ജീവനിൽ വാഴും. കരമടിച്ചൊന്ന് പറഞ്ഞ് ജീവനിൽ വാഴും.
അതുകൊണ്ട് അവരുടെ കുടുംബമാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ട് അവർക്കായിട്ടൊന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് അവർ കുന്നംകുളത്തുനിന്ന് ഈ സാക്ഷ്യത്തിനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിനായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഡോക്ടറെ, ഈ യേശു ജീവിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ. ഞങ്ങൾ റീസെൻ്റ്ലി തെറ്റിവിള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഇറ്റ്സ് എ റിമോട്ട് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളിലോട്ട് ഒത്തിരി പെരിങ്ങമല എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം, ഒരു വില്ലേജ്. അവിടെ ഞങ്ങൾ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു വലിയ സ്റ്റേജ് ഇട്ടിട്ടുണ്ട്. എന്താ പറയണ്ടേ, മരമൊക്കെ നിൽക്കുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ ആൾ കയറാൻ മൂലയ്ക്ക് കൊണ്ട് മീറ്റിംഗ് വെച്ചാൽ ആര് വരാനാ? ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ചിന്തിച്ച കാര്യം അതാണ്. ഇവിടെ കൊണ്ട് മീറ്റിംഗ് വെച്ച് ആര് വരാനാ? ഇവിടെ എന്ത് ഉദ്ദേശത്തിലായി മീറ്റിംഗ് വെച്ചത്? നമ്മുടെ സഹോദരങ്ങൾ പോലും പോയി ഇത് അന്വേഷിച്ചില്ലേ? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ചിന്തിച്ച് ഫസ്റ്റ് ഡേ മീറ്റിംഗ് ആയി. ഫസ്റ്റ് ഡേ മീറ്റിങ്ങിൽ ഒരു ടെസ്റ്റിമണി അവിടെ ഉണ്ടായി. ആ ടെസ്റ്റിമണി ഇതാണ്: ഹൈപ്പോതൈറോയിഡിസം വന്ന് 114 കിലോ വണ്ണം വെച്ച ഒരു തടിച്ച് പെങ്കൊച്ച്, 114 കിലോ വണ്ണം വെച്ച ഒരു യൗവനക്കാരി. അവള് കഴിഞ്ഞ മീറ്റിങ്ങിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവളെ കണ്ടാൽ ഇപ്പൊ മനസ്സിലാകത്തില്ല, സുന്ദരിയായി, സ്ലിം ബ്യൂട്ടിയായി സ്റ്റേജിൽ സൈഡിൽ വന്നിരിക്കുകയാണ്. കണ്ടപ്പോഴേ പറഞ്ഞു, ബ്രദറെ എനിക്ക് സാക്ഷ്യം പറയണം. ഞാൻ ചോദിച്ചു, എന്തുവാ സാക്ഷ്യം? ഞാൻ നിന്നെ കണ്ടിട്ടുള്ള ഓർമ്മയില്ലല്ലോ. ബ്രദർ, എന്നെ ആ രൂപത്തിൽ കണ്ടിട്ടാ ഇപ്പൊ മനസ്സിലാകാത്തേ. ബ്രദറെ, ഇപ്പൊ എത്ര കിലോ? ഇപ്പൊ 80 കിലോ ആയി. ഞാന് 112 കിലോ ഞാൻ ഉണ്ടായിരുന്നതാ. വണ്ണം വെച്ചിട്ട് പുറത്തിറങ്ങാൻ നാണക്കേടായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഹൈപ്പോതൈറോയിഡിസം എനിക്ക് പിടിച്ചിട്ട് എൻ്റെ ബ്ലഡിലെ ഹോർമോൺസിൻ്റെ ഇൻബാലൻസ് സംഭവിച്ചിട്ട് ശരീരം വണ്ണം വെച്ചിട്ട് പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടാതിരുന്ന ഞാൻ യാദർച്ഛികമായിട്ടൊരു മീറ്റിംഗ് വന്ന് അവിടെ വെച്ച് യേശു എന്നെ തൊട്ടു. ബ്രദർ കണ്ടോ എൻ്റെ ശരീരം? ഇപ്പം ഞാൻ സൗഖ്യമായി. ഇവളുടെ ഈ സാക്ഷ്യം അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ആ ഗ്രാമം മുഴുവൻ ഒന്നാമത്തെ ദിവസം അവിടെ മീറ്റിങ്ങിനെത്തി. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ തോട്ടം മുഴുവൻ ഫ്രീ ആയിരിക്കുകയാണ്. കസേരയൊന്നും ഇടാൻ പോയി, ഇങ്ങനെ കയറ്റമിറക്കമാണ്. ഭയങ്കര രസമായിരുന്നു ആ ഗ്രൗണ്ട്. ജോസ് ബ്രദർ ലാസ്റ്റ് ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട കാഴ്ച, ഫസ്റ്റ് ഡേയിൽ ഒരു 1000-1500 പേര് വന്നു. സോ ഞങ്ങൾ വിചാരിച്ചു, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഡേ ഇപ്പുറത്തുള്ള ആ തോട്ടം മുഴുവൻ ക്ലീൻ ചെയ്തു. തേർഡ് ഡേ, മൈ ഗാഡ്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടവരൊന്ന്, നിങ്ങളീ പറഞ്ഞു അത് കണ്ടു. മൈ ജീസസ്, ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാതെ നമ്മളുടെ കണക്കനുസരിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് മാത്രം 3500 പേരാ. യോഗത്തിന് പങ്കെടുത്തവരല്ല, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ മാത്രം 3500 പേരാ. ആയിരങ്ങൾ ആ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി. കണ്ട കാര്യം എന്താണെന്നറിയാമോ? അസാധാരണ സൗഖ്യങ്ങൾ. സംസാരിച്ചിട്ടില്ലാത്ത അല്ലേ? ആ നാട്ടിൽ എല്ലാവർക്കും അറിയാന്നുള്ള ഒരു അപ്പച്ചനാണ്. അപ്പച്ചന്റെ ജന്മന അപ്പച്ചന് സംസാരിക്കാനും പറ്റത്തില്ല, ചെവി കേൾക്കാനും പറ്റത്തില്ല. പക്ഷെ മീറ്റിങ്ങിനൊന്നും ബ്രദർ പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ആ മനുഷ്യനെ റോഡിൽ നിന്ന് അയാളെ റോഡിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് വരുന്നേ. ആ ദേശം മുഴുവൻ ഇളകി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലാസ്റ്റ് ദിവസം മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് മീറ്റിംഗ് നിർത്താൻ കഴിയുന്നില്ല. രാത്രിയായി, 10:30 11 നിങ്ങൾ എത്ര മണിക്ക്? 11 മണിയായിട്ട് ഗ്രൗണ്ടിനകത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും ചലിക്കുന്നില്ല. ആർക്കും വീട്ടിലും പോകേണ്ട വണ്ടിയില്ല. ഞങ്ങള് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ രാവിലെ എത്തിയപ്പോൾ 4:45 കണ്ട്. നിങ്ങളിപ്പോ എത്തി? ഞങ്ങൾ 4 മണിയായി. ഞാൻ പറഞ്ഞത് വലിയ ദൈവശക്തിയുടെ വ്യാപാരം. ഇന്ന് ഈ 2015 ഞാൻ പറഞ്ഞില്ലേ, ആഘോഷത്തിന്റെ കാലം. റിയൽ സെലിബ്രേഷൻസ്. ഓ മൈ ഗാഡ്. നേരത്തെ 2013 കണ്ട തരത്തിലുള്ള സൗഖ്യങ്ങളോ 2014 കണ്ട തരത്തിലുള്ള സൗഖ്യങ്ങളോ അല്ല. 2015 അക്ഷരാർത്ഥത്തിൽ എന്നാ പറയണ്ട, ക്രിയേറ്റീവ് മിറക്കിൾസ്. ഇന്നലെ കോലഞ്ചേരിയിലെ മീറ്റിംഗ് ആയിരുന്നു. കോലഞ്ചേരിയിൽ ഇന്ന് വരെ നമ്മുടെ മീറ്റിങ്ങിന് അത്രയും ജനം കൂടിയിട്ടില്ല. ഹല്ലേലൂയ. കോലഞ്ചേരിയിലെ മീറ്റിങ്ങിന് കടന്നു വന്നവരെ മുഴുവൻ അങ്ങ് ഇറങ്ങി നടന്ന് കർത്താവ് സൗഖ്യമാക്കുകയായിരുന്നു.
എന്തിൻ്റെയൊക്കെ ഒരു മേഘം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. എന്തിൻ്റെയൊക്കെ ഒരു വലിയ ചലനങ്ങൾ അവിടെ ഇവിടങ്ങളിൽ കാണുന്നുണ്ട്. ലോകരാജ്യങ്ങൾ, വൻകരകൾ കീഴുമേൽ മറിയാൻ പോകുന്നു പ്രിയമുള്ളവരെ. അതിൻ്റെ ചലനം ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഹല്ലേലൂയ, അസൂയ ഇല്ലാത്തവര്, ആനന്ദമുള്ളവരെ കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുത്തേ. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ. ഈ വലിയ ഉണർവ്, ഈ വലിയ ഉണർവ്, ഈ വലിയ ഉണർവ്, ഈ വലിയ ഉണർവ്. ഏറ്റവും ഭയങ്കര കാര്യം അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച. ഒരു മനുഷ്യൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ ദേശത്തേക്ക് വരണം. ഞാൻ ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഞാൻ ദേശത്തേക്ക് വരണ്ടേ? അപ്പം അദ്ദേഹത്തെ ഒരാൾ പരിചയപ്പെടുത്തി, നമ്മുടെ ഒരു വോളണ്ടിയർ പരിചയപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ സ്ഥലത്തെ അമ്പലത്തിലെ ദേവസ്വത്തിന്റെ പ്രസിഡന്റാണ്. എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ആള് അവിടുത്തെ അമ്പലത്തിലെ ദേവസ്വത്തിലെ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ഗ്രൗണ്ട് മീറ്റിംഗ് നടത്തണം. ഞാൻ ചോദിച്ചു, എവിടെയാ ഗ്രൗണ്ട്? എവിടെയാ ഗ്രൗണ്ട്? ഞങ്ങൾക്ക് ബ്രദറെ ക്ഷേത്രത്തിന്റെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ എല്ലാ വർഷവും കൊടിയേറ്റവും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അടുത്ത വർഷം ബ്രദറിന്റെ കൺവെൻഷൻ അവിടെ നടന്നു. ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത്രയും ജനം അവിടെ കൂടിയെങ്കിൽ, ആ ഗ്രൗണ്ടിൽ കൂടിയെങ്കിൽ ക്രിസ്ത്യാനികൾ വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു. യേശുവിൻ്റെ മാർഗം അറിയാവുന്നവർ, അല്ലെങ്കിൽ ഈ കൃപ അനുഭവിച്ചിട്ടുള്ളവർ. കാരണം ഇതൊരു മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് പള്ളി മാറ്റുന്ന പരിപാടിയല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല, നമ്മുടെ വിഷൻ അതല്ല, നമ്മുടെ ദർശനം അതല്ല. ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ചർച്ച്. ഇതൊരു സഭയല്ല, ഇതൊരു സമൂഹമാണ്. സമൂഹത്തിന്റെ പല തുറകളിലുള്ളവർ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എന്താണിത്? ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകളിൽ മുമ്പും കണ്ടിട്ടില്ലാത്ത വലിയ ചലനങ്ങൾ, വലിയ ചലനങ്ങൾ. ജാതി മത വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി മനുഷ്യർ എന്ന ഹല്ലേലൂയ സ്നേഹത്തിന്റെ മതം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റിലീജിയൻ ഓഫ് ലവ്, ജീസസ്. അത് ഈ ദിവസങ്ങളിൽ പ്രാവർത്തികമാകാൻ പോവുക. സ്നേഹത്തിന്റെ മതം. ആ സ്നേഹത്തിന്റെ മതം വ്യക്തികളെ എല്ലാം കൂടെ കൃപയിലേക്ക് നയിക്കാൻ പോവാ. നിങ്ങളത് കാണുന്നെങ്കിൽ ഈ നടക്കാൻ പോകുന്ന വലിയ ഉണർവിനായിട്ട്, നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഉണർവിനായിട്ട് കരമടിച്ച് ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ വചനത്തിന്റെ വിത്ത് വീഴുന്ന ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്നവര്, ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഈ ടൗൺ ഹാളിൽ ഇടം കിട്ടാതെ പുറത്ത് വെയിലത്തൊക്കെ നിന്ന് എന്നെ കേൾക്കുന്നവര് എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, ഈ സമയത്ത് ടെലിവിഷനിലൂടെ എന്നെ കാണുന്നവരുണ്ട്, അവരുടെ വീട് മഹത്വത്തിൻ്റെ കൂടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞവർ തിരിച്ചു പോകുമ്പോൾ ദൈവം മഹത്വം, പുത്രന് കൊടുത്ത മഹത്വം, സ്വർഗത്തിൽ നിന്ന് പുത്രനെ നിറച്ചയച്ച മഹത്വം, അതേ മഹത്വം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന അറിവിൽ നിന്റെ മക്കൾ നിറഞ്ഞവരായി ജീവിക്കേണ്ടതിന് ആ തിരിച്ചറിവ് അവർക്ക് കൊടുത്തതിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ സമയത്ത് തന്നെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. നിറവുകൊണ്ട് അവരുടെ വീടുകൾ അലങ്കരിക്കപ്പെട്ടതിനായിട്ട് നന്ദി കർത്താവേ. ക്രൂശിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതിലൂടെ അവിടുന്ന് ഞങ്ങളെ എത്ര സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് പ്രദർശിപ്പിച്ചതിനായിട്ട് നന്ദി. വൻ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കരങ്ങളെ അടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. അടുത്തിരിക്കുന്ന 2 പേരോട് കരം കൊടുത്തു പറ, ഈ മഹത്വം വഹിച്ചോണ്ടാ തിരിച്ചു പോകുന്നേ, ഈ മഹത്വം കൊണ്ട് തന്നെയാ തിരിച്ചു പോകുന്നേ. ഒരു സംശയം വേണം. എങ്ങോട്ട് പോകാൻ? എൻ്റെ കൂടെ അല്ലേ വരുന്നത്. ഈ മഹത്വം കൊണ്ട് തന്നെയാ തിരിച്ചു പോകുന്നേ.